ഹലോ എവരി വൺ. നമുക്ക് പല സിറ്റുവേഷനിലും നമുക്ക് വെൻ വി വർക്ക് വിത്ത് പവർ ബി ഡാഷ്ബോർഡ്സ് വി ഹാവ് ടു വർക്ക് വിത്ത് ടൈം ഇൻ്റലിജൻസ്. നമുക്കിവിടെ കാണാം, അതായത് ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വീക്കിലി ഓർഡേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. സോ എനിക്ക് വീക്കിലി വരുന്ന ഓരോ സമയത്ത് വരുന്ന ടോട്ടൽ ഓർഡേഴ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഓരോ ടൈമിൽ വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ് വേണോ. ഇതുപോലെ തന്നെ നമുക്ക് ചില ഗ്രാഫ്സ്, അതുപോലെ തന്നെ ഹീറ്റ് മാപ്പിനകത്തൊക്കെ നമുക്ക് ടൈം കാണിക്കേണ്ടി വരും. സോ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി സെയിൽസ് ഐ ഡി, സെയിൽസ് ഡേറ്റ്, അതിൻ്റെ ബാക്കിയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ. അപ്പോൾ സോ വി ഹാവ് സെയിൽസ് ഡേറ്റ് വിത്ത് ടൈം ഹിയർ. നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ സെയിൽസ് ഡേറ്റ് വിത്ത് ടൈമിനകത്ത് നിന്ന് നമുക്ക് ഈ ടൈമിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടി വരും. സോ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഡാക്സ് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നോർമലി ഈ ടൈമിനെ നമ്മൾ എന്ത് ചെയ്യണത്, ഇതിലേക്ക് നമ്മൾ മാറ്റുന്നത്. അതായത് ഡേറ്റിൽ നിന്ന് ടൈമിൽ നിന്ന് നമ്മൾ ടൈമിനെ എക്സ്ട്രാക്ട് ചെയ്യണത് ഡാക്സ് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ്. സോ ഞാൻ അതിന് ഒരു പുതിയ കോളം, അതായത് ഈച്ച് ആൻഡ് എവറി ഡേറ്റ് ടൈമിന് അഗെൻസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ടൈം ഫിൽട്ടർ ചെയ്ത് കിട്ടണം. സോ ഞാൻ എന്ത് ചെയ്തു, ഒരു പുതിയ കോളം എന്ത് ചെയ്തു, ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ടൈം എന്നുള്ള ഒരു കോളം നെയിം കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പവർ ബിയിൽ നമുക്ക് ഡാക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർമാറ്റ് എന്നുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, വാല്യൂ ഫസ്റ്റ് നമുക്ക് വാല്യൂ പാസ് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ സെയിൽസ് ഡേറ്റ് എന്നുള്ള ഈ ഒരു വാല്യൂ ആണ് പാസ് ചെയ്യണത്. സെയിൽസ് ഡാറ്റക്കകത്തുള്ള സെയിൽസ് ഡേറ്റ് പാസ് ചെയ്തു. എന്നിട്ട് നമ്മൾ വാട്ട് ഈസ് ദ ഫോർമാറ്റ് ഓഫ് അവർ ടൈം. സോ ഞാൻ എന്ത് ചെയ്തു, ഡബിൾ കോട്ടിനകത്ത് അതിൻ്റെ ഫോർമാറ്റ് പറഞ്ഞു കൊടുക്കണം. അതായത് ഹവർ വരണം ഫസ്റ്റ് എനിക്ക്, പിന്നെ മിനിറ്റ് വരണം, പിന്നെ സെക്കൻഡ് വരണം, അതിനുശേഷം AM ഓർ PM എന്നുള്ളത് എന്ത് ചെയ്യണം, നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. കണ്ടോ, ഇപ്പോൾ നമുക്ക് കാണാം 1:15, അതായത് 1:15 ആക്ച്വലി ഇത് 13:15 എന്നുള്ളതിൻ്റെ 12th ഫോർമാറ്റിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, 1:15 PM, 5:28 PM അങ്ങനെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് 24 ഹവറിലുള്ള ഫോർമാറ്റിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേറൊരു കോളം കൂടി ക്രിയേറ്റ് ചെയ്യാം. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ടൈം 24 ഫോർമാറ്റ് എന്നുള്ള ഒരു ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റേത് 12th ഫോർമാറ്റിലായിരുന്നു, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഹവറിന് മാത്രം സെലക്ട് ചെയ്താൽ മതി. ഹവറിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ സെയിൽസ് ഡേറ്റ് എന്നുള്ള വാല്യൂ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഹവർ നമുക്ക് 24 ഹവറിൽ കിട്ടും. 13, ഓക്കെ, 13 മണിയാണ്. അതുപോലെ തന്നെ 17, 16 ഇങ്ങനെ കിട്ടും. സോ നിങ്ങൾക്ക് നിങ്ങളെ ഡാഷ്ബോർഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് FMCG പോലത്തെ ഡാഷ്ബോർഡ്സ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് വരുന്നൊരു സംഭവമാണിത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടിപ്പ് നിങ്ങളെ ഡാഷ്ബോർഡിനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ടൈം ഇൻ്റലിജൻസ് ആഡ് ചെയ്യാൻ പറ്റും. സോ പ്രാക്ടീസ് ദിസ് ടോപ്പിക് ആൻഡ് മേക്ക് യുവർ ബ്യൂട്ടിഫുൾ ഡാഷ്ബോർഡ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.